നീ ചത്തുപോയോടി? ഗുളിക മരുന്ന് താടി. നീ മുടിഞ്ഞോടെ എന്റെ ചെവി കേൾക്കത്തില്ലേ? എവിടെ പോയി കിടക്കുവാടി? എനിക്ക് വേദനിച്ചിട്ട് വയ്യ. നശിച്ചവളെ, എനിക്ക് മരുന്നായോ? ഹലോ. ആ ലതിക ചേച്ചി, എന്തായ കാര്യങ്ങൾ? ഇന്നിപ്പോൾ ഡേറ്റ് എത്രയെന്ന് വല്ല പിടിയുണ്ടോ? എടാ, അറിയാഞ്ഞിട്ടല്ല, കഴിഞ്ഞ മാസത്തെ കാശ് അഡ്വാൻസ് വാങ്ങിയിട്ടാ ചിലവുകളൊക്കെ ഒരു തരത്തിൽ കഴിഞ്ഞു പോയത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയണമല്ലേ, മരുന്നായിട്ടും മന്ത്രമായിട്ടും. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ റിസ്ക് എടുത്ത് വീട് ശരിയാക്കി തന്നത്. എടാ, നീ ഒരാഴ്ചത്തെ സമയം കൂടി താ. ഞാനൊന്നുകൂടെ പറഞ്ഞു നോക്കാം. സുധാരേട്ടൻ്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ, എന്നെ കുടുക്കി ചടിക്കരുത്. ശരി, ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കാം. എടി കുരുത്തം കെട്ടോളെ, വേദനിച്ചിട്ട് വയ്യ. ആ ഗുളിക ഒന്ന് എടുത്താ കാലത്ത് തന്നെ അവള് ഫോണിലുണ്ടാക്കല്. അതെ, ഞാനിങ്ങനെ ഉണ്ടാക്കണോണ്ടാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോണത്. എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയോണ്ടല്ലേടി നീ ഇങ്ങനെ അവിടെ നെകളിക്കുന്ന. ഇല്ലെങ്കിൽ നീയൊക്കെ മിണ്ടുപോടി. അതെ, ഞാൻ നെകളിക്കും. കുറെ കാലം നിങ്ങൾ കിടന്ന് നെകളിച്ചതല്ലേ. കുറെ അവളുമാരുണ്ടായിരുന്നല്ലോ ഈ പുരുഷ കേസരിക്ക്. ഇതിപ്പോ എൻ്റെ ഊഴ. നിങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കുക. നിർത്തടി എൻ്റെ പ്രസംഗം. ഞാൻ ഇനി എണീക്കുകയല്ല, എൻ്റെ കൈ പൊങ്ങുകയല്ലെന്ന് അറിഞ്ഞോണ്ടല്ലേടി എൻ്റെ നേരെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായേ. 26 വർഷം കൊണ്ട് നിങ്ങൾ തന്ന സംഭാവനയാണ് ഈ ധൈര്യം. അതുകൊണ്ട് ഒടുങ്ങണ വരെ ഞാൻ നോക്കും. പക്ഷെ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ തീരില്ല. എൻ്റെ പ്രാർത്ഥന മുഴുവൻ അതാ. കഴിവറ മോളെ, നിനക്കറിയില്ലേ ഈ മണിയനെ ചവിട്ടിൻ്റെ നട്ടല്ലേ ഞാൻ മുറിക്കും. മച്ചിപ്പണ്ടാരം. നിങ്ങളിങ്ങനെ കിടന്ന് അലറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അത്രയ്ക്ക് ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ ക്രൂരതകൾ. ആ മിണ്ടാപ്രാണിയുടെ ശാപ ഒരു കുഞ്ഞിക്കാലിൽ നിലത്ത് കുത്താത്തത്. അല്ല, ഒരു കണക്കിനത് നന്നായി. അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്കും കൂടി നിങ്ങൾ വാങ്ങി വെച്ചേനെ. ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളെ നോക്കും. അതെന്നെ ഒരു വാശി കൂടിയാ. കേട്ടക്കങ്ങനെ സുഖിച്ച്. ആഹാ, എന്തൊരു ശൗര്യം എൻ്റെ മുതലമണിയാ. ഇന്ന് സുഭദ്രേച്ചിയുടെ അവിടെ മാത്രമേ പണിയുള്ളൂ. പെട്ടെന്ന് കഴിയും. 10:30 കുട്ടി വരും. കഞ്ഞി എടുത്തു തരും. ആശാനെ, മണിയാശാനെ, ആരാടാ അത്? വാതിലടച്ചിട്ടില്ല, കേറിപ്പോരെ.
നീ എവിടെക്ക? എന്തൊക്കെയുണ്ട് ആശാനെ വിശേഷങ്ങൾ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെ പണ്ടത്തെ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. പാപ്പാന്മാർക്കിടയിലെ താരം മുതലമണിയനെ അറിയാത്ത ആനപ്രേമികളുണ്ടോ ആശാനെ? എന്നെ ഇപ്പം അങ്ങനെ ഇവിടെ കാണാൻ ഒരുത്തരും വരാറില്ല. കള്ളും കാശും ഉണ്ടായിരുന്നപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു. വീണ് കഴിഞ്ഞപ്പം പിന്നെ ഒരു പട്ടിയും വരാറില്ല. എനിക്കിപ്പോഴും ആളെ പിടികിട്ടില്ല കേട്ടോ. നമ്മളെത്രയോ ഉത്സവങ്ങൾ കൂടിയിരിക്കുന്ന ആശാനെ. ഞാൻ അച്ചു. ആശാൻ വയ്യാതെ കിടക്കുവാന്ന് കേട്ടു. അപ്പോൾ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കയറിയതാ. ആരുമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ആശാനെ. ലതികേച്ചി ഉള്ളം കയ്യിൽ വെച്ചല്ലേ കൊണ്ടു നടക്കുന്നത്. ഉള്ളം കൈ ഇപ്പം ഇവളുടെയൊക്കെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട അവസ്ഥയായി. ഇതിപ്പം മരുന്നായിട്ടും കുഴമ്പായിട്ടും കുറേ ഉണ്ടല്ലോ ആശാനെ. ആ, തളർന്നു പോയതാ ശരീരം. കുറേ ചികിത്സിച്ചു. ഇപ്പം കഷ്ടിച്ച് ശരീരം അനക്കാവുന്നായി. പക്ഷേ ഈ കാലിലെ മുറിവ് അതാണ് കഷ്ടപ്പെടുത്തുന്നത്. പറയണമെന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വേദന തീരെ സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. ചില നേരത്ത് ഒരുപോലെ കണ്ണടയ്ക്കാൻ കൊതിയാവും. അവൾ പറഞ്ഞ് ശരിയാ. അത്രയ്ക്ക് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അവളോടും നന്ദനോടും. നന്ദൻ പറഞ്ഞാൽ ആനയാട്ടോ. അതിപ്പോൾ നല്ല കാര്യമായി. കറുപ്പയിൽ നന്ദനൻ്റെ പാപ്പാനാണ് താഴേങ്കാവ് മണിയാശാനെന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്തത്. ആശാനെ അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? നാഗലത്ത് രഘുരാമൻ നായരോടുള്ള അടുപ്പമൊന്നും അവൻ എന്നോടില്ലായിരുന്നു. എൻ്റെ ചട്ടത്തിൽ നിൽക്കില്ല എന്ന് അവന് ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ എനിക്കും വാശി. മണിയനോട് നിന്റെ കളിയല്ലേ. ഞാനൊരു കാര്യം തീരുമാനിച്ച എനിക്കത് അപ്പം നടക്കണം. മണിയനോട് നിന്റെ കാട്ടിക്കിടക്കുന്നതിന്റെ തന്തേ വരെ വരച്ചവരെ നിർത്തും. എന്തിനാ നിങ്ങളെ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കണത്? നേരമാണ് പറഞ്ഞവൻ കേക്കില്ലേ? നിന്റെ തന്ത ആനപ്പുറത്തെ ഗുണവിചാരം എന്നോട് ഇറക്കല് കേട്ടോ. അയ്യോ വേണ്ട, അവൻ പാവ. നിങ്ങളുടെ തലയ്ക്ക് പ്രാന്തായോ? അതാണ് എനിക്ക് പ്രാന്താടി പ്രാന്തം. ഇതേപോലെ ആനയെടുത്ത് പണിയാക്കാൻ മണിയെ കിടത്തില്ല. മണിയെ പിടിച്ചാ പിടിവിടത്തില്ലടി. ആനയാണേലും ആനാണേലും. അതുകൊണ്ടാണ് എന്നെ മുതലാളി വിളിക്കുന്നത്. മുടക്കാരി, അവിടെ മുടക്കാരി. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതാപം നശിച്ചൊരു തറവാട്ടിൽ നിന്ന് ആനയെ കൊണ്ടുവന്നപ്പം ഒപ്പം അവിടുത്തെ പെണ്ണിനെയും കൈക്കലാക്കി എന്ന് ചങ്ങായിമാർ പറയുമ്പം എനിക്ക് വല്ലാത്ത ലഹരിയായിരുന്നു. ഞങ്ങളുടെ കല്യാണ സാരിയാ. വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ കിടക്കുമ്പം അവൾ പറയും ഈ സാരിയിലേക്കും ആ തോട്ടിയിലേക്കും നോക്കാൻ. അപ്പൊ വേദനയ്ക്ക് മധുരം കൂടുമെന്ന്. അവളുടെ ജീവിതത്തിലെ 26 വർഷം ഒന്നുമല്ലാതാക്കിയ കെട്ടിയവനുള്ള അവളുടെ പക. അല്ല,
മോൻ ആരാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല കേട്ടോ. മുറിവ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സൂക്ഷിക്കണം കേട്ടോ, നല്ല വേദനയാ. പാലിയേറ്റീവുകാർ 2 ദിവസം കുടുംബം വരും മുറി വഴിച്ച് കെട്ടാനേ. കാര്യമൊന്നുമില്ല, വാട്ടം വെക്കൂല, ഷുഗർ അത്രയ്ക്കുണ്ടേ. ഇതാകെ പഴുത്ത് കുളമായല്ലോ ആശാനെ. ഈ പാലിയേറ്റീവുകാർ തീരെ പോരാ. നിങ്ങൾ എന്താ കാണിക്കുന്നേ? സ്നേഹം കൊണ്ട് കാണാമെന്ന് പരിചയക്കാരനാന്ന് പറഞ്ഞിട്ട്. അതെല്ലോ, ഞാൻ പരിചയക്കാരൻ തന്നെയാണല്ലോ. പച്ചമാംസത്തിൽ പച്ചിരുമ്പ് കുത്തുമ്പോ നല്ല സുഖം കിട്ടുന്നുണ്ടോ മണിയാശാന്? കേട്ടിട്ടില്ലേ ആശാനെ, ഒരാന കയറിയാ പോരാ പലയാന കയറിയാ പോരാ, കൊലയാന കയറണം. അപ്പോഴാണ് ഒരാൾ എണ്ണം പറഞ്ഞ പാപ്പാനാകുന്നത്. പക്ഷെ പൈങ്കുളം ചന്ദ്രൻ നായരുടെ ശിഷ്യൻ പണി പകുതി പഠിച്ചിറങ്ങിയത് കൊണ്ട് അത് മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ 4 ആള് കൂടണ നേരം വീരസ്യം കാട്ടാൻ മിണ്ടാപ്രാണികളുടെ മേത്ത് പച്ചിരുമ്പ് കൊണ്ട് ജാലവിദ്യ കാണിക്കും. ആശാൻ കഞ്ഞി കുടിച്ചില്ലല്ലോ. കുടിക്ക്. സ്നേഹത്തോടെ ആർക്കെങ്കിലും ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ആ പാവം ലതികേച്ചി കള്ള് തലയ്ക്ക് മൂത്ത് അന്ധനായപ്പോ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച ആ പാവത്തിന്റെ കണ്ണ് നിങ്ങൾ തോട്ടിക്കോലിനടിച്ച് പൊട്ടിച്ചില്ലേ? ഒരാളെ നിങ്ങൾ സ്നേഹം തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് തളച്ചിട്ടു, മറ്റൊരാളെ ചങ്ങല കൊണ്ട്. ആ 2 പേർക്ക് നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട്, പക്ഷെ അവർക്ക് എതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗുരുത്വം ഇല്ലാതായി പോയല്ലോ മണിയാശാൻ. ആരാണെന്ന് പറയണം. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? സൂക്ഷിച്ചു നോക്ക്, എന്റെ ഈ കണ്ണിലേക്ക് നോക്ക്.
നന്ദനം നിങ്ങൾക്കും കറുപ്പയിൽ തറവാട്ടുകാർക്കും ഞാൻ അച്ചുവ, നാഗലത്തെ രഘുരാമൻ നായരുടെ അച്യുതൻ. എന്റെ ലതികേച്ചിയുടെ അച്ഛൻ. അവരെന്നെ മോനെന്ന് വിളിക്കാറുണ്ട്. ആ വിളിയിൽ ഞാൻ നിന്നുപോയിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് പുറകു മുട്ടിയപ്പോ കറുപ്പയിൽ നന്ദനായി നിങ്ങൾ എന്നെ കെട്ടിയഴിച്ച് അന്ന് തുടങ്ങിയ എന്റെ നരകം. ലതികേച്ചിക്ക് മാത്രമല്ല, എന്റെ ഉള്ളിലുണ്ട് പക, കത്തിയിരിക്കുന്ന പക. ആനപ്പക എന്താണെന്ന് ആശാരി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പ്രവൃത്തി നമ്മൾ ചെയ്വതേ അതിൽ വരും തെളിഞ്ഞതിന്റെ പുണ്യപാപ ചിന്തകൾ. അനേകരിക്കു സക്കതിക്കു ജീവനോടു ജീവിയെ അടുത്തു ചേർത്തു നിർത്തണം, മനസ്സു ചേർന്നു നിൽക്കണം.
മോനെ അച്ചു